പണ്ടും എനിക്ക് അതാ വിധി. കാര്യത്തോട് അടുക്കുമ്പോ സുനന്ദ പുറത്ത്. ഒരു ഡ്രസ്സ് എടുക്കുമ്പോ പോലും അതെ, എല്ലാവർക്കും നല്ല നല്ല ഡ്രസ്സ്, എനിക്ക് മാത്രം പൊട്ട. പഠിക്കാനാണെങ്കിൽ 24 മണിക്കൂർ പഠിപ്പന്നെ പഠിപ്പന്നെ പഠിപ്പ്. എന്നിട്ട് BEd റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. ഇളിക്കണ്ട. അതുപോലെ തന്നെ എന്റെ കല്യാണം. പൊന്നും വേണ്ട പണവും വേണ്ട, ഞങ്ങക്ക് പെണ്ണിനെ മാത്രം മതിയെന്നും പറഞ്ഞ് നല്ല പുലിവീരന്മാര് അമ്പിള്ളേരെ തന്തമാര് എന്റെ അച്ഛന്റെ പുറകെ നടന്നതാ അല്ലേടി. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഒരു കോന്തൻ. ഞാനിത് കേക്കണം, അത്രയ്ക്ക് ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ലേ ഗംഗാരേട്ടാ. എന്നാൽ ഇങ്ങനെയൊക്കെ പറയാവോ സുനന്ദേച്ചി? ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ സുരേഷേ. നിനക്കറിയാലോ, അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്റെ വീടും കുടുംബവും ഇട്ടെറിഞ്ഞു ഒരു കൊല്ലം ഇവിടെ വന്ന് നിൽക്കണം. കഴിഞ്ഞ 7 ദിവസമായി ഒരു മോളെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. അങ്ങനെ നോക്കിയതാ ഞാൻ എന്റെ അമ്മയെ. എന്നിട്ടിപ്പോ സുഖമായിപ്പോ അമ്മയ്ക്കിപ്പോ ഞാൻ വേണ്ട, ആ ഹിന്ദിക്കാരി മതി. നീ പറ, ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ? സുനന്ദേച്ചി, എനിക്ക് കണ്ണീര് കാണാൻ വയ്യ. ഇപ്പൊ കേറി എനിക്ക് BP ആണോ? എന്നാ അതെടുത്ത് കുടിക്കേ. ഇത് ഷുഗറാ. എന്താ നീ കരണേ? ഒന്നുമില്ല. അമ്മ സീതനെ വിളിച്ചതാണ് കാര്യങ്കില് അവൾ അമ്മയുടെ മുറിയിലല്ല കിടക്കണേ. എടുത്ത് കിടന്നോട്ടെ, എനിക്കെന്താ? അമ്മ ഇല്ലാണ്ട് വളർന്നവള്, അതുകൊണ്ട് നമ്മുടെ അമ്മയെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് എന്താ കാര്യം? അവൾക്ക് ഭാഷ അറിയില്ലല്ലോ. രാത്രി അമ്മയ്ക്കൊരു ആവശ്യം വന്നാൽ അവൾക്ക് മനസ്സിലാവില്ല. പിന്നെ എത്രയായാലും അവള് മരുമോളല്ലേ, നിന്റെ അത്ര ഒക്കുവോ? ഏട്ടനത് മനസ്സിലായല്ലോ, എനിക്കത് മതി. എന്റെ ഏടത്തി, എനിക്ക് ഏടത്തിയോട് ഒരു വിഷമവും ഇല്ല കേട്ടോ. ഏടത്തി കുറച്ചു ദിവസമല്ലേ ഇവിടെ ഉണ്ടാവൂ. ഇവിടെ വേറെ ഉണ്ടല്ലോ ചില നീത്യാരമ്മമാര്, അവര് ചിലത് മനസ്സിലാക്കണം. അതിന് ഞാൻ ചില കാര്യങ്ങൾ പറയും. എന്റെ ഏട്ടാ, പരദൂഷണം പറയുന്ന സ്വഭാവം പണ്ട് നാളെ എനിക്ക് ഇല്ലാതെ ഏട്ടനറിയാലോ. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഒരു മിസ് ഇന്ത്യ, ഏതോ വലിയ രാജകൊട്ടാരത്തിൽ ജനിച്ചു വളർന്നു എന്നാ ഭാവം. ഒരു കള്ളച്ചടക്കാരന്റെ മോളാ. ആ മുറിന്ന് ഇറങ്ങും സർക്കിട്ട് പോവാൻ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറില്ല. അവനാണെങ്കിലോ അവള് വേണ്ടെന്ന് പറഞ്ഞാ മൂട്ട ഒഴിക്കില്ല. ഉണ്ടായ കാശം മുഴുവൻ കൊണ്ട് ആ തന്തയുടെ കൂടെ കൂടി ഒരു ചാരായ കമ്പനി തുടങ്ങി. അത് പൂട്ടി. നമ്മുടെ അമ്മയുടെ മുറി കയറാനേ അവൾക്ക് അറപ്പാന്ന്. അവളെ പറഞ്ഞിട്ടെന്താ, സ്വന്തം മോള് കയറണില്ല. ദുബായ്ക്കാരന്റെ ഭാര്യയല്ലേ, മാസാമാസം ഡ്രാഫ്റ്റ് വരും. എന്നാ നമ്മുടെ അമ്മയ്ക്ക് അനാസി വാങ്ങിക്കാൻ ഒരു പൈസ. അവന്റെ വീട്ടിലെ അവക്ക് സുഖം പോരാന്ന്. അമ്മായിമ്മയും മരുമോളും എന്നും കീരിയും പാമ്പോ. പരദൂഷണല്ല കേട്ടോ, ഏട്ടനും എടുത്തി മനസ്സിലാക്കണം. അതെന്നെ. മേഴ്സിയേ, എന്താ അമ്മയുടെ മുറിയിലെ എന്റെ കിടക്കയുടെ വിരി ഒന്ന് മാറ്റിക്കോളൂ. ദേ, ഈ നേഴ്സ് ഉള്ളതാ എനിക്ക് ആകെ ഒരു സഹായം. പക്ഷെ അതും ഇവിടുത്തെ ന്യൂസ് പിടിക്കാൻ ആ ഡോക്ടർ അമ്മ വെച്ചതാ. ഇവിടെ ഇപ്പൊ മക്കളും മരുമക്കളുമായിട്ട് നമ്മൾ എല്ലാരും ഇല്ലേ. എന്നിട്ടും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു നേഴ്സിനെ വെക്കണം. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ദേ, ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയെന്നറിയോ? ഇനി ഞാൻ ഏറ്റു. മേഴ്സി, ഇതെങ്ങോട്ടാ? ഞാൻ പോവാണ്. അയ്യോ, അതെന്താ? അമ്മച്ചി പറഞ്ഞു പൊയ്ക്കോളാൻ. പിരിച്ചുവിട്ടോ? അയ്യോ. മേഴ്സി ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മേഴ്സി എന്നെ ഒന്ന് വിളിക്കേ. മേഴ്സിക്ക് ഞാൻ മസ്കറ്റിലൊരു ജോലി ശരിയാക്കി തന്നാലോ? തരട്ടെ? മേഴ്സിക്ക് ഇഷ്ടമല്ലേ ഗൾഫ്? എനിക്ക് പാസ്പോർട്ട് ഇല്ല. അതാണോ കാര്യം? അതിനെന്താ, ഒരു പാസ്പോർട്ട് എടുക്കണം. അതിനെത്രയാ പൈസ വേണ്ടെന്ന് വെച്ചാ ഞാൻ തരാം. എൻ്റെ കൈ കാർഡില്ല, ഇവിടെ വിളിച്ചാ മതി. ഞാൻ പോട്ടെ. ഓ, എന്താടി? എന്താ? എന്തിനാ നിനക്ക് ഈ വേണ്ടാത്തൊരു ഗൗരവം? ഞാൻ നിനക്ക് നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? എന്താ? ഒരു സ്പ്രേ. നല്ല മണ ആണോ? എന്നാലേ എനിക്ക് വേണ്ട. എന്താ? ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്.
ഒബ്ലാഞ്ചസ് ടെക്ലിപ്റ്റോസ്. എന്താ എന്താ വേണ്ടേ? സുനന്ദേച്ചി ഇല്ലേ? എന്തിനിപ്പോ സുനന്ദേച്ചി? ചേച്ചി എന്താ? ആ ഇനി മതി, അകത്തേക്ക് കയറിപ്പോ. നീ അല്ലേ സുനന്ദ പറഞ്ഞു 1 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന്? പറഞ്ഞനുസരിച്ചാ മതി. ആ. അകത്തേക്ക് കയറിപ്പോണ്ട് മനുഷ്യ. ഇതാ ഇപ്പൊ നന്നായി. ഓരെ കണ്ടാല സുരേഷിനെ പോലെ പല്ലിച്ചങ്ങ് നിന്നോളൂ. എന്താടി? മോരുണ്ടെങ്കി നാഴി മോര്. ഇവിടെ മോരൊന്നും ഇല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ഇല്ല എന്താടി? മോര്. ഇത്തിരി മോര് കൊടുക്കാറുന്നില്ല എടുത്തേ. എന്താ? ഏയ് ഒന്നുമില്ല. ആ ആ ആ. ആരെ എടുത്തിയോ? അല്ല മോര്. ആ പോയി. സുനന്ദക്ക് ഇപ്പോഴും എന്റെ സംശയിക്കണല്ലോ, പെണ്ണുങ്ങൾ കണ്ടാ വിടുവോ? ഞാൻ നടക്കാൻ പോകുമ്പോ ഇടയ്ക്ക് കാണും. ആ പാടത്തിനടുത്ത വീട് ഒറ്റയ്ക്ക ഒരു വീട്ടില് രാത്രി. ആ പാവം. Oblangatekliptos. ഇതാ എവിടുത്തെ അറിയാനും. ഇവിടെ ജീവനുള്ള അരണ്യങ്ങളൊന്നുമില്ല അല്ലേ ചേച്ചി? ഇത് നീ ഇതുവഴി കാണിച്ചു തരട്ടെ. ഇതെന്താ കുളത്തിലെ കളി? പോ 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 പോ. എനിക്ക് നീന്തേണ്ട നേരായി. അയ്യോ ഞങ്ങളുടെ അരണ്യങ്ങള്. അരയന്നങ്ങളാ? എവിടെ? ദാ. ഓ ഇതാണ് അരയന്നങ്ങള്. ചെറിയച്ചാ എന്താ ഇത്? പാവം ശൈത്താൻ. ഏലം ഏലം ഏലേലം. നീന്താൻ അറിയില്ല സാധനത്തിന്. ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ ഉണ്ട്. ആഹാ ആഹാ ഈഹി. ഒരു തമാശ ആയിട്ട് തരട്ടെ. എന്താടി ഇടി അസത്തെ പൊങ്ങം. ഞാൻ പഠിപ്പിക്കാൻ നീന്ത്. നിന്റെ ചെറിയമ്മ അരച്ചിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാണ് നീ ഇവിടെ വിടറി മുങ്ങടി. എടി അസത്തെ വിടാൻ. ഞാനിപ്പോ മുങ്ങിപ്പോ കാറ്റ് പോയി. അയ്യോ അയ്യോ ഓടി വന്നേ. അയ്യോ അറിയാൻ പാടില്ലാത്ത ആളാണ്. അയ്യോ ഞാൻ പത്തിട്ട് പിന്നെ പോയി. അയ്യോ ചേച്ചി അയ്യോ ചത്തുപോകും. ഇത്തിരി വെള്ളം കുടിക്കട്ടെ, അപ്പൊ നീടാ